അമ്മായി അങ്ങനൊന്നും പറയരുത്. അവര് നമ്മുടെ അതിഥികളാ, അതിന്റെ മാന്യത കാണിക്കണം. ആയിരപ്പറ കുടുംബത്തിലെ മൂത്ത മരുമകൾക്ക് കൊടുക്കാത്ത എന്ത് മാന്യതയാ വിരുന്നുകാർക്ക് കൊടുക്കേണ്ടത്? നിങ്ങളുടെ പശുക്കൾ ചത്തതിൽ അത്ര വേദന ഉണ്ടെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് പുറത്തുനിന്ന് വന്ന നിങ്ങളുടെ കൂട്ടുകാരനായിരുന്നു. അത് നിങ്ങൾ ചെയ്തോ? ഇല്ലല്ലോ. ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ ആന്റി? ഈ ചാരു ഇവളുടെ ബാലമാമൻ ചേർന്നുണ്ടാക്കിയ കള്ളക്കഥയല്ലേ ഇത്? അല്ലെങ്കിൽ ചത്തു എന്ന് പറഞ്ഞ പശുക്കൾ എങ്ങനെയാ മണിക്കൂറുകൾക്കുള്ളിൽ എഴുന്നേറ്റ് നിന്നത്? ശ്രേയ, പശുക്കള് ചത്ത പോലെ കിടക്കുന്ന ഞാനും കണ്ടതാ. ബാലമാമയും ഗോവിന്ദ മാമയും പരമേശ്വരനങ്ങളും ആകാശേട്ടനും എല്ലാം അത് കണ്ടതാ. അത് കള്ളക്കഥയാവുന്നത് എങ്ങനെയാ? നീ നിന്റെ കുറെ സിമ്പതിക്കാരുമാണല്ലോ സാക്ഷികൾ. അത് ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? എനിക്ക് ആരുടെയും പക്ഷം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും പറയാം, ഞാൻ അവിടെ ചെന്നപ്പോ പശുക്കളെല്ലാം ചത്ത പോലെ കിടക്കുകയായിരുന്നു. അതെ, നിങ്ങൾ ഈ വീട്ടിലെ വിരുന്നുകാരാ. അതിന്റേതായ എല്ലാ മാന്യതയും ഞാൻ തരുന്നുണ്ട്. ദയവേത് ഈ പ്രശ്നത്തിൽ ഇടപെടരുത്. ഇതേ ഞങ്ങളുടെ കുടുംബകാര്യ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കുടുംബകാര്യമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഇതെന്റെ മാത്രം പ്രശ്നമാണ്. എന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. എന്റെ പ്രതീക്ഷകളെയല്ലേ, സ്വപ്നങ്ങളെയല്ലേ ഈ മാഷ് തകർത്തു കളഞ്ഞത്. എത്രയോ കുട്ടികൾക്ക് അക്ഷരവും അറിവും പറഞ്ഞു കൊടുത്ത ആളാണ്. ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആളാണ്. വലിയ നിലയിൽ എത്തണമെന്ന് അവരെ ഉപദേശിച്ചു കാണില്ലേ? അങ്ങനെ കുഞ്ഞിലെ മുതൽ ഞാൻ സ്വപ്നം കണ്ട ഒരു ജോലി, ആ ജോലിയാ നിങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞത്. ജോലി കളഞ്ഞെന്നോ? ശ്രേയ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഓഫീസിൽ വെച്ച് അപമാനിക്കപ്പെട്ടതുകൊണ്ട് ശ്രേയ മേഡം ഇനി ജോലിക്ക് പോകുന്നില്ലെന്നാ തീരുമാനിച്ചിരിക്കുന്നത്. ജോലിക്ക് പോകുന്നില്ല എന്ന് മാത്രമല്ല, ആ ജോലി തന്നെ രാജിവെക്കാനാ ശ്രേയമോളുടെ തീരുമാനം. ജോലി രാജിവെക്കാനോ? അതിന് മാത്രം ഇപ്പൊ എന്താ പ്രശ്നം ഉണ്ടായത്? അങ്കിളിന് ഇതൊക്കെ നിസ്സാരമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. കീഴ് ജീവനക്കാരുടെ മുമ്പിൽ അന്തസ്സായി തല ഉയർത്തി നിന്ന് കൃത്യമായി ജോലി ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥയാ ഞാൻ. അത്രയും സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് ഞാൻ അപമാനിക്കപ്പെട്ടു, അറിയോ? ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഗ്രൂപ്പുകളിലും ഇപ്പോഴും ചൂടൻ വാർത്തയായത്. കണിശക്കാരിയായ ചീഫ് എഞ്ചിനീയർ ശ്രേയയെ ഭർത്താവിന്റെ അച്ഛനും അനുജനും ചേർന്ന് ഓഫീസിലിട്ട് തല്ലി. പശുക്കളെ കൊന്നവളെന്ന വിളിപ്പേരെ എനിക്കിപ്പോ, അറിയോ? മറ്റുള്ളവരുടെ മുന്നിൽ തല കുറിച്ച് നിന്ന് ശീലിച്ചിട്ടില്ല ഞാൻ. അങ്ങനെ ജീവിക്കാനും പറ്റില്ല. നാണം കെട്ടി ഈ ജോലിയിൽ തുടരുന്നതിൽ നല്ലത് അത് വേണ്ടാന്ന് വെക്കുന്നത് തന്നെയാ. നിങ്ങളുടെ കുടുംബകാര്യമാണെങ്കിലും ബാലചന്ദ്രന്റെ മേലെ എനിക്കൊരു അധികാരമുണ്ട്. അതുകൊണ്ട് പറയുക, ബാലചന്ദ്ര, നീ ചെയ്തത് തെറ്റായിപ്പോയി. മോളെ, ആരോ ആയിക്കോട്ടെ, ഇത്രയും പ്രായമായൊരു മുത്തശ്ശി പറയുന്നതാണെന്ന് കരുതിയാ മതി. എടുത്തു ചാടി ഒന്നും തീരുമാനിക്കണ്ട. ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു ഉയർന്ന പോസ്റ്റിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഒരാവേശത്തിൽ വലിച്ചെറിഞ്ഞ് കളയരുത്. ധിക്കാരം കാണിക്കുന്നതല്ല മുത്തശ്ശി, പറ്റാത്തതുകൊണ്ട്. അത്രയ്ക്ക് നാണം കെട്ടു ഞാനിന്ന്. മിണ്ടാപ്രാണികൾക്ക് വിഷം കൊടുത്തവിടുന്ന പേര് തലയിൽ ചുമന്ന് ഇനി എനിക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ഞാൻ ഓഫീസിലേക്ക് വന്നു എന്നുള്ളത് നേര് തന്നെയാ. അവിടെ വെച്ച് ചില സംസാരങ്ങളും ഉണ്ടായി. അതിന്റെ പേരില് ജോലി വേണ്ടാന്ന് തീരുമാനിക്കുന്നതൊക്കെ ബുദ്ധിമോശമാണ്. ആ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തത് തെറ്റാണെങ്കിൽ, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദേ ശ്രേയമോളുടെ മുഖത്ത് നോക്കി ഒരു മാപ്പങ്ങ് പറഞ്ഞേക്ക്. തൽക്കാലം ശ്രേയമോളെ രാജിവെക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ മാർഗം അല്ലാതെ ഞാൻ വേറൊന്നും കാണുന്നില്ല. മാപ്പ് പറഞ്ഞേക്ക് മാഷേ. എന്താ അമ്മായി ഇത്? ബാലമാമയെ കൊണ്ട് ശ്രേയോട് മാപ്പ് പറയിക്കാനോ? നിന്റെ ബാലമാമയെന്നല്ല, ആരായാലും തെറ്റ് ചെയ്താൽ മാപ്പ് പറയണം. അതാണ് മര്യാദ. നോക്ക് ശ്രേയ, അച്ഛൻ നിന്നോട് മാപ്പ് പറയും. അതോടെ രാജി എന്ന തീരുമാനത്തിൽ നിന്ന് നീ മാറിക്കോണം, കേട്ടല്ലോ? ബാലമാമയെ കൊണ്ട് മാപ്പ് പറയിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിവാശി കാണിക്കരുത് ശ്രേയ. എന്നോടാരും മാപ്പ് പറയണ്ട. ആരെ കൊണ്ട് മാപ്പ് പറയിക്കണമെന്ന വാശിയും എനിക്കില്ല. പിന്നെ ജോലി രാജിവെക്കണോ വേണ്ടയോ എന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അതെന്റെ സൗകര്യം പോലെ ഞാൻ ചെയ്തോളാം.
ആരും അത്ര ബുദ്ധിമുട്ടി മാപ്പൊന്നും പറയണ്ട എന്നോട്. നിൽക്ക്. ഓമനിച്ച് വളർത്തിയ മിണ്ടാപ്രാണികൾക്ക് ഒരു ആപത്ത് സംഭവിച്ചു എന്നറിഞ്ഞപ്പോ സത്യത്തിൽ എന്റെ മനസ്സ് കൈവിട്ടുപോയി. കുറച്ച് ആവേശം അധികമായി പോയി. വലിയ ആലോചന ഇല്ലാതെ കാര്യങ്ങൾ ചെയ്തു. തെറ്റുപറ്റിയാൽ അത് മക്കളോടായാലും മരുമക്കളോടായാലും, ഇനിയിപ്പോ ഞാൻ അക്ഷരം പറഞ്ഞു കൊടുത്ത എന്റെ കുട്ടികളോടായാലും പോലും ക്ഷമ ചോദിക്കുന്നതിന് എനിക്കൊരു മടിയില്ല.